ഹലോ, ഇവിടെ ഒരു വൈകുന്നേരത്തേക്കുള്ള ഒരു ചെറിയ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടാറ്റോ ഉണ്ട്, നമ്മൾ ഉരുളക്കിഴങ്ങ് ഉണ്ട്. നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പൊട്ടാറ്റോ പൊരിയൽ. അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. വെള്ളം മാത്രമല്ല തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ അരിഞ്ഞെടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എടുത്ത് വയ്ക്കാം. കടുക് വേണം, ആദ്യം എണ്ണ വേണം, പിന്നെ കടുക്, പെരുംജീരകം പൊടിച്ചത് കുറച്ച്, ഉരുളക്കിഴങ്ങ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി വേണമെങ്കിൽ മതി, ഓപ്ഷണലാണ്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്സാണ്. തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ അരിഞ്ഞിട്ട് വീണ്ടും കഴുകിയെടുക്കാം. ആദ്യം വരുന്നുണ്ട് ഒന്ന് അരിക്കത് വെള്ളം പോക്കിയെടുക്കാം, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങ് അരിപ്പയൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്ന് വാർന്ന ശേഷം നമുക്ക് നമ്മൾ മസാലക്കൂട്ടൊന്ന് ചേർത്ത് പിടിപ്പിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ചീനച്ചട്ടി ഒന്ന് ചൂടാകാൻ വയ്ക്കാം. ചീനച്ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിക്കാം. അപ്പം ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്.
ടേസ്റ്റാണ്. കുറച്ച് പെരുംജീരകം പൊടിച്ച് കുറച്ച് അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി വേണമെങ്കിൽ ഓപ്ഷണലാണ്, ഒക്കെ ചേർത്ത് നമുക്ക് നല്ലോണം ചേർത്ത് പിടിപ്പിക്കാം. മസാലക്കൂട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് ഇനി എണ്ണയിലേക്ക് ഇട്ട് കോരി എടുക്കുക. കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ചൂടോടെ